ടൗണിലും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ ശല്യത്താൽ കാൽനട വാഹന യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നെന്ന പരാതികൾക്ക് വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ മൂലം ഏറെ ദുരിതം അനുഭവിക്കുന്നത് കാൽനട വാഹന യാത്രക്കാരാണ്. ടൗണിലും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നാളിതുവരെയായിട്ടും നടപടികൾ ഉണ്ടാവാത്തത് വ്യാപക പ്രതിഷേധത്തിനാണ് കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിന്റെ ദേശീയപാതയിലൂടെ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളിൽ 2 കന്നുകാലികളെ വാഹനമിടിച്ചതിലൂടെ ഇവ ചത്തുകിടന്നിരുന്നു. ചത്ത കന്നുകാലികളെ മറവ് ചെയ്യുന്നതിനായി പഞ്ചായത്തിന് ചിലവായത് 8000 രൂപയോളമാണ്. നിരന്തര പരാതികൾക്കൊടുവിൽ ശബരിമല മണ്ഡലകാല സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പ്രശ്നപരിഹാരത്തിനായി അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമയിൽ നിന്നും പിഴ ഈടാക്കുമെന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം കടലാസിൽ ഒതുങ്ങുക മാത്രമാണ് ഉണ്ടായത്. കൂടാതെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിനായുള്ള സ്ഥല സൗകര്യമൊരുക്കി ഇവിടെ പൗണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന തീരുമാനവും പാഴായി മാറുകയാണ് ഉണ്ടായത്. ദേശീയപാതയിലൂടെ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമ വരാത്ത പക്ഷം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവയെ ലേലം ചെയ്ത് തുക പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തണമെന്ന പീരുമേട് താലൂക്ക് വികസന സമിതിയിൽ നിന്നും കർശന നിർദ്ദേശമുണ്ടായിട്ട് കൂടി ഈ വിഷയത്തിൽ പഞ്ചായത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.